പരിശുദ്ധ വേളാങ്കണ്ണി അമ്മയോടുള്ള നവനാൾ ജപം. മഹത്വമേറിയ ദൈവമാതാവിനോടുള്ള പ്രാർത്ഥനകളും യാചനകളും. പരിശുദ്ധവും നിർമ്മലവുമായ കന്യകേ, ഏതു വാക്കുകളിലാണ് നിന്നെ ഞാൻ പുകഴ്ത്തേണ്ടത്, നിന്നെ ഞാൻ സ്തുതിക്കേണ്ടത്? സ്വർലോകങ്ങൾക്ക് വഹിക്കുവാൻ വഹിയാത്തവൻ, ഓ ഏറ്റവും ഭാഗ്യപ്പെട്ട കന്യക മാതാവേ, നിന്നുദരത്തിൽ വന്നു പിറന്നുവല്ലോ. നാഥനായ ക്രിസ്തുവിനെ വഹിക്കുവാൻ ഭാഗ്യം ലഭിച്ച നിന്റെ തിരുവുദരം വാഴ്ത്തപ്പെട്ടതാകുന്നു. കത്തിയിട്ടും ദഹിക്കാത്തതായി മോശ കണ്ട കുറ്റിച്ചെടിയെപ്പോലെ അത്ഭുതകരമായി നീ കാത്ത നിന്റെ കന്യാത്വത്തെ ഞങ്ങൾ വാഴ്ത്തി പുകഴ്ത്തുന്നു. ദൈവത്തിൻ്റെ കന്യാജനനി, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഓ നിർമ്മല കന്യകേ, ഞങ്ങളെ നീ വിളിക്കുക, ആകർഷിക്കുക. ഞങ്ങൾ നിന്റെ വിശുദ്ധിയുടെ നിർമ്മല തൈല സുഗന്ധത്തിൻ്റെ പിന്നാലെ ഓടിവരാം. ലോകത്തിലെ സകല സ്ത്രീകളിലും വച്ച് അത്യുന്നത ദൈവത്താൽ നീ അനുഗ്രഹീതയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവദൃഷ്ടിയിൽ തന്നെ നീ ഞങ്ങളുടെ അനുഗ്രഹത്തിനായി വന്നു. മാനവാദരങ്ങളിൽ സദാ ഉണ്ടാകാത്ത വിധം നിന്റെ നാമത്തെയും അത്രയധികം അവിടുന്ന് ഉയർത്തി. അതിനെ സർവപ്രപഞ്ചത്തിനും വഹിക്കുവാൻ വഹിയാത്തവനായ സൃഷ്ടാവിനെ നീ ഉദരത്തിൽ വഹിച്ചു. നിന്റെ സൃഷ്ടാവിനെ നീ ജനിപ്പിക്കുകയും എന്നിട്ട് നിന്റെ നിത്യകന്യത്വം അഭംഗുരം കാക്കുകയും ചെയ്തു. ഓ കന്യക മാതാവേ, നീ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്കായി മാധ്യസ്ഥം പറയുവാനും എല്ലാ നന്മകളും ഞങ്ങൾക്കായി നേടുവാനും തൻ്റെ കോപമത്ത ഞങ്ങളിൽ നിന്ന് അകറ്റുവാനും മറക്കരുതേ. നിത്യകന്യകേ, അത്യുന്നതൻ്റെ ആലയമേ, പവിത്രാത്മാവിൻ്റെ വിശുദ്ധാലയമേ, യാതൊരു മുന്നോടിയും മാതൃകയുമെന്നെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായെ പ്രസാദിപ്പിച്ച് നീ മാത്രമത്രേ. ശക്തന്മാരുടെ പടക്കോപ്പുകളായ ആയിരം ആയുധങ്ങളാൽ പരിരക്ഷിതമായ ദാവീദിൻ്റെ കോട്ടയെന്ന പോലെ, ഓ കന്യകേ, നീ ഏറ്റവും വല്ലഭയാകുന്നു. ദിവ്യകന്യാമറിയമേ, നീ ഏറ്റവും ആനന്ദലീനയും സ്തുത്യർഹയുമാകുന്നു. കാരണം നിന്നിൽ നിന്നത്രേ നീതിസൂര്യനും ദൈവവും നാഥനുമായ രക്ഷകൻ ജാതനായത്. അനുഗ്രഹീത മാതാവേ, അഭംഗുര കന്യകേ, ലോകൈക മഹാറാണി, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ, മാധ്യസ്ഥം വഹിക്കണമേ. സെഹിയോൻ്റെ പുത്രിമാർ അവളെ കാണുകയും ഏറ്റവും ഭാഗ്യപ്പെട്ടവൾ എന്നെ പ്രകീർത്തിക്കുകയും ചെയ്തു. മകളെ, നീ ദൈവത്താൽ ആശീർവദിക്കപ്പെട്ടവളാകുന്നു. എന്തെന്നാൽ നീ വഴി ഞങ്ങൾക്ക് ജീവിതഫലത്തിൽ പങ്കുണ്ടായി. അവിടുന്ന് തൻ്റെ സർവ്വവല്ലഭത്വത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിച്ചു. നീ വഴി അവിടുന്ന് നമ്മുടെ ശത്രുക്കളെ തകർത്ത് തരിപ്പണമാക്കി. ഓ ദൈവജനനി, നിന്റെ സന്തോഷത്തിൽ നീ ഏറ്റവും അഴകുള്ളവളും മാധുര്യവതിയുമായി. കന്യാമറിയം തൻ്റെ വാനദൂതഗണങ്ങളെക്കാളും ഉയർത്തപ്പെടുകയും തൻ്റെ ശിരസിൽ സപ്തത കിരീടം ചൂടുകയും ചെയ്തു. ഓ യെരുശലേം പുത്രി, നീ യുദ്ധസന്നാഹമായ സൈന്യനിര പോലെ ഭയങ്കരിയും സൗന്ദര്യവതിയും പ്രഭാവതിയും ആകുന്നുവല്ലോ. തിരഞ്ഞെടുത്ത സുഗന്ധദ്രവ്യത്തിൻ്റെ മധുര പരിമളം തൂകുന്നവളെ, ദിവ്യ കന്യകേ, എല്ലാ ഉല്ലാസവാന്മാരെ പോലെ ഞങ്ങളുടെ അഭയസ്ഥാനവും നിന്നിലത്രേ ആകുന്നു. കന്യകാമറിയമേ, ആനന്ദിച്ചാഹ്ലാദിച്ചാലും, കാരണം വിശ്വമാകെ ഉണ്ടായ സകല വിശ്വാസ വിപരീതങ്ങളും നീ ഏകയത്രേ നശിപ്പിച്ചത്. അങ്ങയെ പുകഴ്ത്തുവാൻ എന്നെ അനുവദിക്കുക, എൻ്റെ ശത്രുക്കൾക്കെതിരെ എന്നെ ശക്തനാക്കുക. ദിവ്യ പൈതൃകത്തിൻ്റെ പരമരഹസ്യമാണിത്. പുരുഷനെ അറിയാത്ത കന്യക ദൈവത്തിൻ്റെ ആലയമായി ഭവിച്ചു. അതിൽ നിന്ന് മാംസം ധരിച്ചവൻ അശുദ്ധനായതുമില്ല. നിനക്ക് സ്തുതി എന്ന് പറഞ്ഞ് എല്ലാ ജനതയും നിൻപക്കൽ അണയുകയും എല്ലാ പുണ്യവും അഴകും മഹത്വവും നിന്നിൽ വിരാജിക്കുകയാൽ, നിത്യരാജൻ്റെ അമ്മയായ നാഥേ, ഞങ്ങളെ നിൻ സുതനോടെ രമ്യതപ്പെടുത്തുക. പ്രിയമുള്ള അമ്മേ, ഞങ്ങളുടെ നാഥേ, രാജ്ഞി, ഞങ്ങളെ കൈക്കൊണ്ട് നിന്റെ തിരുക്കുമാരനായ ദൈവത്തിന് ഞങ്ങളെ സംപ്രീതരാക്കി മാറ്റുക. വരപ്രസാദ മാതാവേ, ലോകശരണമേ, നിൻമുഖം പ്രസാദപൂർണമാകുന്നു. നാഥേ, നിൻ പക്കൽ നിലവിളിക്കുന്ന ഞങ്ങളെ കേൾക്കണമേ. ഞെരുക്കങ്ങളിലും പീഡകളിലും സഹായവും പാവങ്ങളുടെ അഭയസ്ഥാനവും ആയ മറിയമേ, നീയാകുന്നുവല്ലോ. ഓ നാഥേ, നീ ഞങ്ങളെ ഭരിച്ച് നയിക്കുക. നിൻ ശക്തിയും കഴിവും ഞങ്ങൾക്കായി പ്രയോഗിക്കുക. തൻ്റെ കന്യകാമാതാവ് വഴി ദൈവം നമുക്ക് സമാധാനവും രക്ഷയും നൽകട്ടെ.
തൻ്റെ തിരുക്കുമാരനും ഒന്നിച്ച് ദിവ്യകന്യക നമ്മെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. വേളാങ്കണ്ണി മാതാവിനോടുള്ള പ്രാർത്ഥനകൾ. അവൾ ദരിദ്രർക്ക് തൻ്റെ കരങ്ങൾ നീട്ടുകയും അഗതികൾക്ക് തൻ്റെ കൈ തുറക്കുകയും സഹായമേകുകയും ചെയ്തു. അവളെ ഉപേക്ഷിക്കാതിരിക്കൂ, അവൾ നിന്നെ കാത്തുകൊള്ളും. അവളെ സ്നേഹിക്കൂ, അവൾ നിന്നെ പരിപാലിക്കും. അവളുടെ വലതു കൈയിൽ ആയുർദൈർഘ്യവും ഇടത് കൈയിൽ യശോധനങ്ങളും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൾ ജീവൻ്റെ വൃക്ഷമാകുന്നു. അവളെ ചിരകാലം പുലർത്തുന്നവൻ ആശീർവദിക്കപ്പെട്ടവനും. ഈ ദൂരതയിൽ നിന്ന് എൻ്റെ ആൺമക്കളെയും ലോകസീമകളിൽ നിന്ന് എൻ്റെ പെൺമക്കളെയും കൊണ്ടുവരിക. കണ്ണുള്ളവരും കണ്ണില്ലാത്തവരും കേൾവിയുള്ളവരും ചെകിടരുമായ ആളുകളെയും കൊണ്ടുവരിക. അപ്പോൾ അന്ധരുടെ കണ്ണുകളും അപ്പോൾ മുടന്തന്മാർ മാൻപേട പോലെ ഓടിച്ചാടുകയും ഊമൻ്റെ നാവിൻ്റെ കെട്ടഴിയുകയും ചെയ്യും. കാരണം മരുഭൂമിയിൽ അരുവിയും വനാന്തരങ്ങളിൽ പൂഞ്ചോലയും ഉത്ഭവിച്ചു. ദൈവസ്മരണയിൽ ആനന്ദിച്ച് വിശുദ്ധനായവൻ്റെ വചനമനുസരിച്ച് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒന്നു ചേർന്നിരിക്കുന്ന നിൻ്റെ മക്കളെ കണ്ടാലും. വേളാങ്കണ്ണിയിലെ ആരോഗ്യനാഥയോടുള്ള പ്രാർത്ഥന. വേളാങ്കണ്ണിയിലെ പുണ്യതീർത്ഥത്തിൽ അലിവിൻ്റെ കാരുണ്യപീഠത്തിൽ വാണരുളുന്ന എൻ്റെ രാജ്ഞി മറിയമ്മേ, ആരോഗ്യനാഥേ, എൻ്റെ എല്ലാ ശാരീരിക രോഗങ്ങളിലും ആത്മീയ വ്യാധികളിലും നീ എൻ്റെ അഭയവും ശരണവുമാകണമേ. എണ്ണമറ്റ രോഗികൾ നീ വഴി സുഖപ്രാപ്തരാകുന്നുവല്ലോ. നിൻ്റെ വല്ലഭത്വത്തിലും നന്മയിലും ശരണപ്പെട്ട് ഇതാ ഞാൻ നിൻ്റെ പക്കൽ ഓടി വരുന്നു. എൻ്റെ വ്യാധികൾ മാറ്റുവാനും നിനക്ക് നിൻ്റെ തിരുക്കുമാരനും ഉപസേവനം അനുഷ്ഠിക്കുവാൻ കഴിയത്തക്ക വിധം എൻ്റെ ആത്മശരീര രോഗങ്ങൾ മാറ്റുവാനും നിന്നോട് ഞാൻ കേണിരന്നിരിക്കുന്നു. എല്ലാ സമയം നീ രോഗികൾക്ക് അഭയവും ആശ്വാസവും ആയിരിക്കുന്നുവല്ലോ. ആത്മരക്ഷയ്ക്ക് ഉപകരിച്ചിരുന്നപ്പോഴെല്ലാം നീ അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. നന്മരണത്തിന് നീ അവരെ സഹായിക്കുന്നു. ഏറ്റവും സ്നേഹാർഹയായ മാതാവേ, ആകയാൽ എന്നെ നീ സഹായിക്കുക. എൻ്റെ എല്ലാ പീഡകളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചു തരിക. അഥവാ അവയെ ക്ഷമാപൂർവ്വം സഹിക്കുവാനുള്ള വരമരുളുക. അതുവഴി ദൈവ തിരുചിത്തത്തിനെ പൂർണ്ണമായി കീഴ്വഴങ്ങി എൻ്റെ പീഡകളും സഹനങ്ങളും വഴി എൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ലോകശാപങ്ങളിൽ നിന്ന് ഞാൻ അകന്നുകൊള്ളാം. ആമേൻ. മാതാവിനോട് ഏതാവശ്യത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന. ഏറ്റവും നിർമ്മല കന്യകേ, അവതീർണ വചനത്തിൻ്റെ മാതാവേ, പ്രസാദവൻ നിലയമേ, പാപികൾ ഞങ്ങളുടെ അഭയമേ, സജീവ വിശ്വാസത്തോടെ നിൻ മാതൃസ്നേഹത്തിലേക്ക് ഞങ്ങൾ ഓടി വരുന്നു. ദൈവത്തിൻ്റെയും നിൻ്റെയും തിരുഹിതം എന്നെന്നും നിറവേറ്റുവാൻ വേണ്ട വരപ്രസാദം ഞങ്ങൾക്ക് ലഭിച്ചു തരുവാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയായി നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ഞങ്ങളുടെ ആത്മശരീരാരോഗ്യം നിന്നിൽ നിരന്നുകൊണ്ട് നിൻ്റെ തൃക്കരങ്ങളിൽ ഞങ്ങളുടെ ആത്മസംരക്ഷണം ഞങ്ങളിതാ ഫലമേൽപ്പിക്കുന്നു. ആകയാൽ സജീവ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായത്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അവികല ആത്മീയ ശരണയായി ഭാഗ്യപ്പെട്ട നിത്യകന്യക മറിയത്തിൻ്റെ മാധ്യസ്ഥം വഴി കർത്താവേ, ഞങ്ങളെ സംരക്ഷിക്കുക. മുഴുഹൃദയത്തോടെ നിൻ്റെ മുമ്പാകെ സാഷ്ടാംഗം പ്രണമിച്ച് കിടക്കുന്ന ഞങ്ങളെ ശത്രുക്കളുടെ എല്ലാവിധ തന്ത്രങ്ങളിൽ നിന്നും കാരുണ്യപൂർവ്വം സംരക്ഷിക്കണമെന്നും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ വഴി ദൈവമേ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വേളാങ്കണ്ണി മാതാവിനോട് നവനാൾ ജപം. ഏറ്റവും ദിവ്യകന്യകേ, ഈശോയുടെ അതിനിർമ്മല മാതാവാകുവാൻ നിത്യകാലം മുതൽക്കേ ആരാധ്യ ത്രിത്വത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവളെ, നമ്മുടെ ദിവ്യനാഥൻ്റെ മനുഷ്യാവതാരവേളയിലും നിൻ്റെ നിർമ്മലോദരത്തിൽ നീ അവിടുന്ന് സംവഹിച്ച 9 മാസവും നീ അനുഭവിച്ച ആനന്ദത്തെ നിന്നെ അനുസ്മരിപ്പിക്കുവാൻ നിൻ്റെ ഈ വിനീത ഭക്തനെ അനുവദിച്ചാലും ദുഃഖിതരിൽ അലിവേറുന്നാതെ എൻ്റെ തീവ്ര പ്രാർത്ഥനകൾ വഴി ആ ആനന്ദത്തെ നവീകരിക്കുവാനോ വർദ്ധിപ്പിക്കാനോ പോലുമോ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. ആ അവാച്യമായ ആനന്ദത്തെ ഭക്തി അനുസ്മരിക്കുന്നവർക്ക് നീ പറഞ്ഞെത്ത പ്രത്യേക സംരക്ഷണം
ഈ കഷ്ടതകളിൽ ക്ലേശിക്കുന്ന എനിക്ക് തരിക. അങ്ങേ ദിവ്യകുമാരൻ്റെ അനന്ത കാരുണ്യത്തിൽ ആശ്രയിച്ചും ചോദിക്കുന്ന ഏവനും സ്വീകരിക്കും എന്നതൻ്റെ വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും നിന്റെ പ്രാർത്ഥനകളുടെ വല്ലഭത്വത്തിലുള്ള വിശ്വാസത്താൽ നിറഞ്ഞും ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ നൊവേന വഴി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ അവ നൽകുക. ദൈവഹിതമെങ്കിൽ എനിക്ക് നീ ലഭിച്ചു തരണമേ. അതേ ദൈവത്തിൻ്റെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ഏറ്റവും ആവശ്യമായ ഏതെങ്കിലും അനുഗ്രഹം എനിക്ക് ലഭിച്ചു തരിക. ഇവിടെ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക. അങ്ങേ മഹത്വത്തിനായി ഞാൻ കഴിക്കുന്ന ഈ നവനാൾ വഴി നിന്റെ മധ്യസ്ഥത്തിലുള്ള എല്ലാ സജീവ വിശ്വാസം പ്രകടമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ തിരുക്കുമാരൻ നിൻ തിരുവുദരത്തിൽ വസിച്ച നാളുകളിൽ നീ അനുഭവിച്ച ആ അലൗകിക സ്നേഹാനന്ദത്തിൻ്റെ മഹിമയ്ക്കായി എൻ്റെ ഈ ആഗ്രഹത്തെ സ്വീകരിക്കുവാൻ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനോടുള്ള എൻ്റെ വണക്കം കുറിക്കുവാൻ ഞാനിതാ എൻ്റെ ഹൃദയവികാരങ്ങളെയും ഈ 9 നന്മ നിറഞ്ഞ മറിയവും നിനക്ക് കാഴ്ചവയ്ക്കുന്നു. 9 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി കാഴ്ചവയ്ക്കുക. ഓ ദൈവമാതാവേ, ഗബ്രിയേൽ ദൈവദൂതൻ ആദ്യമായി നന്മ നിറഞ്ഞവളെ എന്ന് നിന്നെ അഭിവാദനം ചെയ്ത ആദരവണക്കങ്ങളോടൊന്നിച്ചു ചേർത്ത് ഞങ്ങളുടെ ഈ അഭിനന്ദനങ്ങളെ അങ്ങേ സ്വീകരിച്ചാലും അങ്ങയുടെ കേവല മഹിമാകിരീടത്തിന് ലോകാന്ത്യം വരെ പ്രഭ വളർത്തുന്ന രത്നകിരണങ്ങളായി അവ ഓരോന്നും മാറട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രത്യാശ. അങ്ങേ വല്ലഭമേർ മാധ്യസ്ഥം വഴി ഞാനിപ്പോൾ യാചിച്ച വരങ്ങളും അനുഗ്രഹങ്ങളും വചനം മാംസമായപ്പോൾ നീ അനുഭവിച്ച ആനന്ദവായ്പിനെ പ്രതി എനിക്ക് ലഭിച്ചു തരണമേ എന്ന് വ്യാകുലന്മാരുടെ ആശ്വാസമായ നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേ മഹത്വത്തിനായി ഞാൻ എക്കാലവും ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ഞാൻ ഈ ഉദ്ദേശത്തിനായി കാഴ്ചവയ്ക്കുന്നു. നിന്റെ ഹൃദയത്തെ എന്നെന്നും എരിയിച്ച സ്നേഹാർഹമായ ഈശോയുടെ ഹൃദയത്തെ പ്രതി എൻ്റെ ഈ എളിയ യാതനകൾ കേൾക്കണമേ എന്നും എൻ്റെ ഈ അപേക്ഷകൾ സാധിച്ചു തരണമേ എന്നും നിന്നോട് ഞാൻ ഏറ്റവും വിനീതമായി യാചിക്കുന്നു. എല്ലാ പുണ്യങ്ങളും നേടാനുള്ള 3 പ്രാർത്ഥനകൾ. 1. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെക്കാളും മാലാഖമാരെക്കാളും കൂടുതലായി നിത്യപിതാവിൻ്റെ പ്രിയപുത്രിയായി നിന്നെ ഏറ്റവും ദിവ്യകന്യകയെ ഞാൻ എൻ്റെ മുഴുഹൃദയത്തോടെ വണങ്ങുന്നു. എൻ്റെ ആത്മാവിനെ അതിൻ്റെ ശക്തിയൊക്കെയോടും കൂടെ നിനക്ക് ഞാൻ കാണിക്കയർപ്പിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. 2. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെക്കാളും മാലാഖമാരെക്കാളും ഉപരിയായി ദൈവത്തിൻ്റെ ഏകജാതൻ്റെ മാതാവായി ഏറ്റവും ദിവ്യകന്യകയെ നിന്നെ ഞാൻ എൻ്റെ മുഴുഹൃദയത്തോടെ വണങ്ങുന്നു. എൻ്റെ ശരീരത്തെ അതിൻ്റെ സകല ഇന്ദ്രിയങ്ങളോടും കൂടെ നിനക്ക് ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. 3. സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെക്കാളും മാലാഖമാരെക്കാളും മേലായി പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠ മണവാട്ടിയായി ഓ ദിവ്യകന്യകേ, നിന്നെ എൻ്റെ മുഴുഹൃദയത്തോടെ വണങ്ങുന്നു. എൻ്റെ രക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും പരിശുദ്ധ ത്രിത്വത്തിൽ നിന്ന് ലഭിച്ചു തരണമേ എന്ന് ഇരുന്നുകൊണ്ട് എൻ്റെ ഹൃദയത്തെ അതിൻ്റെ സകല ആശകളോടും കൂടി നിനക്ക് ഞാൻ കാഴ്ചവയ്ക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നോർക്കണമേ. കന്യയുടെ രാജ്ഞിയായി മറിയമേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദങ്ങൾ ഞാൻ അടുത്തു വരുന്നു. വിലപിച്ച് കണ്ണുനീർത്തിന്തി പാപിയായി ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ്റെ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. ആരോഗ്യദാതയുടെ ലുത്തിനിയ.
കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവെ ഞങ്ങളെ കരുണയോടെ കേൾക്കണമേ. ആകാശങ്ങളിലിരിക്കുന്ന ബാബാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. റുഗാദഊശ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്താൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാർ സൃഷ്ടിക്കപ്പെട്ട ഉടനെ തന്നെ അവർക്ക് വെളിപ്പെടുത്തപ്പെട്ട ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആദത്തിന് ഏദൻ തോട്ടത്തിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ട ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രവാചകന്മാരാൽ പ്രകീർത്തിയായ ഉഷകാല താരമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന് നന്മ കൈവരുത്തുന്ന വെൺമേഘമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മയുടെ നികേതനമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാക്കന്മാരാൽ പുണ്യവതിയെന്ന് ജനനത്തിന് മുമ്പ് തന്നെ പ്രകീർത്തിയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജന്മപാപം എഴാതെ ഉത്ഭവിച്ച ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചിൻ്റെ തലയെ തകർത്ത ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇസ്രായേലിനെ ഭരിച്ച 16 രാജാക്കന്മാരുടെ പിൻഗാമികളുടെ ഉന്നത ഗോത്രത്തിലിരുന്ന ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോവാക്കീമിൻ്റെയും അന്നയുടെയും ശിശുവായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വളരെ വയസ്സായ മാതാപിതാക്കളിൽ നിന്നും ജാതയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർവ്വമാലാഖമാരെക്കാളും വിശുദ്ധരെക്കാളും ശോഭയോടെ ജാതയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവുമധികം ഭക്തിയോടെ ലോകത്തിലേക്ക് വന്ന ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദവര ദീപമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപ്രസാദത്തിന് പുറകെ ദൈവീക ബന്ധത്താലും അനുഗ്രഹീതയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരേക്കാൾ നന്മ സ്വരൂപിണിയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗീയ പ്രഭയാൽ ജനനാവസരത്തിൽ തന്നെ അലങ്കൃതമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൻ്റെ ജനനത്താൽ സ്വർഗവാസികൾക്ക് ഇമ്പമരളിയ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജനനാനന്തരം വിനാവിളംബം ദൈവത്തിന് സമർപ്പിതയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മേരി എന്ന മധുരനാമം സ്വീകരിച്ച ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 3 വയസ്സ് ഉള്ളപ്പോൾ ദേവാലയത്തിൽ കാഴ്ചവയ്ക്കപ്പെട്ട ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പുണ്യത്തിൽ ഏറ്റവുമധികം ശുഷ്കാന്തിയോട് വ്യാപരിച്ച ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാലയ നിവാസികളുടെ മാതൃകയായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ പീഡകൾ മാറ്റുന്ന ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ അപ്രമാദ സങ്കേതമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും സ്വർഗീയ കിരീടമായ ആരോഗ്യനാഥേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവകുഞ്ഞാടേ കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവകുഞ്ഞാടേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവകുഞ്ഞാടേ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിൻ്റെ അതിനിർമ്മല മാതാവാകുവാൻ ഭാഗ്യപ്പെട്ട കന്യകാമേരിയെ നിൻ്റെ മാവാച്യ ദൈവപരിപാലനയാൽ തിരഞ്ഞെടുത്ത ദൈവമേ, സദാ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങൾക്കായുള്ള അവളുടെ പ്രാർത്ഥനകൾ നീ കാരുണ്യപൂർവ്വം സാധിച്ചു കൊടുക്കണമേ. ആമേൻ.